ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമുക്ക് ഫോർത്ത് സെമസ്റ്റർ BEd ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. നമ്മൾ ഏപ്രിൽ 2024 ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കുന്നത്. നമ്മൾ പെഡഗോജിക് തോട്ട്സ് എന്ന് പറയുന്ന സൈറ്റിൽ നിന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എഡ്യൂക്കേഷണൽ തോട്ട്സിൽ 2024 വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. നമുക്കറിയാം ഫോർത്ത് സെമ്മിൽ എല്ലാ പേപ്പറും എത്ര മാർക്കിനാണ്? 40 മാർക്കിനാണ് വരുന്നത്. അപ്പോൾ പാർട്ട് എയിൽ 2 മണിക്കൂറാണ് നമ്മൾ സമയം. പാർട്ട് എയിൽ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ആൻസർ ചെയ്യണം. ഓരോ ക്വസ്റ്റ്യനും ഓരോ മാർക്കാണ് വരുന്നത്. ഓക്കെ, 2024 ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ നോക്കാം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ, അക്കോർഡിംഗ് ടു സ്വാമി വിവേകാനന്ദ വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് എഡ്യൂക്കേഷൻ? എഡ്യൂക്കേഷൻ്റെ പർപ്പസ് എന്താണെന്നാണ് ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ. സ്വാമി വിവേകാനന്ദൻ്റെ അടിസ്ഥാനത്തിൽ എന്താണ് സ്വാമി വിവേകാനന്ദൻ പറയുന്നതനുസരിച്ച് എന്താണ് എഡ്യൂക്കേഷൻ്റെ പർപ്പസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്, ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ ഡിഡ് രവീന്ദ്രനാഥ് ടാഗോർ പെർസീവ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എഡ്യൂക്കേഷൻ ആൻഡ് ഫ്രീഡം? എഡ്യൂക്കേഷനും ഫ്രീഡവും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ടാഗോറിൻ്റെ ഇത് പ്രകാരം എന്താണ് എഡ്യൂക്കേഷനും ഫ്രീഡം തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ റോൾ ഓഫ് എഡ്യൂക്കേഷൻ അക്കോർഡിംഗ് ടു ജെ കൃഷ്ണമൂർത്തി? ജെ കൃഷ്ണമൂർത്തിയുടെ ഇത് പ്രകാരം എന്താണ് എഡ്യൂക്കേഷൻ്റെ റോള് എന്നുള്ളതാണ് അടുത്തൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. പിന്നെ നാലാമത്തെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്, ജോൺ ഡൂയിയുടെ എഡ്യൂക്കേഷണൽ ഫിലോസഫി പ്രകാരം എന്താണ് എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതൊക്കെ ഒരു മാർക്കിനുള്ള പോയിൻറ്റ്സ് എഴുതിയാൽ മതി. ഏകദേശം ഒരു 2 to 3 പോയിൻറ്റ്സ് മതിയാവും. ഓക്കെ, പിന്നെ പക്ഷേ ആ പോയിൻറ്റ്സ് എന്തായിരിക്കണം? അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ആയിരിക്കണം. ഇനി, വാട്ട് ഈസ് റൂസോസ് വ്യൂ ഓഫ് ദ ചൈൽഡ്സ് ഫ്രീഡം? ചൈൽഡിൻ്റെ ഫ്രീഡവുമായി ബന്ധപ്പെട്ടിട്ട് റൂസോൻ്റെ വ്യൂ എന്താണെന്നാണ് അടുത്തൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ആറാമത്തെ ക്വസ്റ്റ്യൻ, ദ കൺസെപ്റ്റ് ഓഫ് ഡേ സ്കൂളിംഗ് സൊസൈറ്റി അക്കോർഡിംഗ് ടു ഇവാൻ ഇല്ലിച്ചിൻ്റെ ഡേ സ്കൂളിംഗ് സൊസൈറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്താണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ ഒരു മാർക്കിൻ്റെ 6 ക്വസ്റ്റ്യനും വന്നിട്ടുള്ളത് ഏത് യൂണിറ്റിൽ നിന്നാണ്? ഫസ്റ്റ് യൂണിറ്റിൽ നിന്നാണ്. ഫസ്റ്റ് യൂണിറ്റ് ഏതാണ്? ഫിസിയോളജിക്കൽ അല്ല, ഫിലോസഫിക്കൽ തോട്ട്സ് ഓൺ എഡ്യൂക്കേഷൻസ്. അതിൽ നമുക്ക് ഫിലോസഫിക്കൽ തോട്ട്സ് ഓഫ് ഈസ്റ്റേൺ തിങ്കേഴ്സും ഫിലോസഫിക്കൽ തോട്ട്സ് ഓഫ് വെസ്റ്റേൺ തിങ്കേഴ്സും അതുപോലെ തന്നെ ആൾട്ടർനേറ്റീവ് തോട്ട്സ്, ഇങ്ങനെ 3 ഭാഗങ്ങളാണ് ആ ഒരു ഫസ്റ്റ് യൂണിറ്റിലുള്ളത്. ആ ഫസ്റ്റ് യൂണിറ്റത്തെ ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഏകദേശം ഫസ്റ്റ് യൂണിറ്റിൽ നിന്ന് 6 മാർക്കോളം വന്നു. ഓക്കെ, ഇനി നെക്സ്റ്റ് പാർട്ട് ബി പാർട്ടാണ്. 4 ക്വസ്റ്റ്യനാണുള്ളത്. എല്ലാ ക്വസ്റ്റ്യനും ആൻസർ ചെയ്യണം. ഓരോ ക്വസ്റ്റ്യനും 2 മാർക്ക് വീതമാണ് ബി പാർട്ടിലുള്ളത്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ, കമൻറ്റ് ഓൺ മഹാത്മാഗാന്ധീസ് തോട്ട്സ് ഓൺ എഡ്യൂക്കേഷൻ ആസ് എ ടൂൾ ഫോർ പ്രൊമോട്ടിംഗ് സെൽഫ് സഫിഷ്യൻസി ആൻഡ് ഇൻഡിപെൻഡൻസ്. ഇൻഡിപെൻഡൻസും സെൽഫ് സഫിഷ്യൻസിയും പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ടൂളായിട്ട് എഡ്യൂക്കേഷൻ എന്ന് മഹാത്മാഗാന്ധി പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് കമൻറ്റ് ചെയ്യാനാണ് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, അക്കോർഡിംഗ് ടു അരബിന്ദോ വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ഇൻ്റഗ്രേറ്റിംഗ് ദ ഫിസിക്കൽ, മെൻ്റൽ ആൻഡ് സ്പിരിച്വൽ ആസ്പെക്ട്സ് ഓഫ് ഹ്യൂമൻ നേച്ചർ ഇൻ എഡ്യൂക്കേഷൻ? അരബിന്ദോൻ്റെ ഇത് പ്രകാരം ഫിസിക്കൽ, മെൻ്റൽ ആൻഡ് സ്പിരിച്വൽ, അതായത് ഇൻ്റഗ്രൽ എഡ്യൂക്കേഷൻ ആണ് അരബിന്ദോ എന്ത് ചെയ്തിട്ടുള്ളത്? പ്രയോറിറ്റി കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്നാണ് 8ാമത്തെ ക്വസ്റ്റ്യൻ. 9ാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ ഡസ് Plato view the relationship between individual and the state in his philosophical work The Republic? The Republic എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ വർക്കിൽ, പ്ലാറ്റോ എഴുതിയിട്ടുള്ള ഒരു പുസ്തകമാണ് എന്ത്? ദ റിപ്പബ്ലിക് എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു വർക്കാണ് എന്ത്? ദ റിപ്പബ്ലിക് എന്ന് പറയുന്നത്. അതിൽ എങ്ങനെയാണ് ഇൻഡിവിജ്വൽസും സ്റ്റേറ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് പറയുന്നതെന്നാണ് അടുത്തൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. പിന്നെ അടുത്തത് 10ാമത്തെ ക്വസ്റ്റ്യൻ, പൗലോ ഫെയറിൻ്റെ ബാങ്കിങ് സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷനെ കുറിച്ചിട്ട് ഡിസ്ക്രൈബ് ചെയ്യാനാണ്. അപ്പോൾ ഇതിൽ 4 ക്വസ്റ്റ്യനും വന്നിട്ടുള്ളത് സെയിം ഫസ്റ്റ് യൂണിറ്റിൽ നിന്നാണ്. അപ്പോൾ ഫസ്റ്റ് യൂണിറ്റിൽ നിന്നാണ് എ പാർട്ടും ബി പാർട്ടൊന്നും ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ മുന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലൊന്നും ഇങ്ങനെ അല്ലായിരുന്നു. ഇതിൻ്റെ മുന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എ പാർട്ടിൽ കുറച്ച്
ഫസ്റ്റ് യൂണിറ്റിൽ നിന്ന് ചോദിക്കും, ബി പാർട്ടിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഇട്ട് ചോദിക്കും, സി പാർട്ടിൽ നിന്ന് യൂണിറ്റ് 1 എന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കും, ഡി പാർട്ടിൽ ചിലപ്പോൾ ചോദിക്കാം. അങ്ങനെയാണ് ഉണ്ടാവാറുള്ളത്. പക്ഷേ ഇത് ആദ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി ആദ്യത്തേത് നോക്കുമ്പോൾ തന്നെ അതന്നെ എല്ലാവരെ കുറിച്ചും ചോദിക്കാറില്ല. ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലാ തിങ്കേഴ്സിനെ കുറിച്ചിട്ടും ചോദിച്ചിട്ടുണ്ട്. ആകെ ഒരു തിങ്കറിനെ മാത്രം, വേർട്ട് റൈമർ എന്ന് പറയുന്ന തിങ്കറിനെ മാത്രം ചോദിച്ചിട്ടില്ല. ബാക്കി എല്ലാവരെ കുറിച്ചിട്ടും ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ഒന്നും സ്കിപ്പ് ചെയ്യാനുള്ള ഇതില്ല. ചിലപ്പോൾ ഒരു പക്ഷേ ഇതുപോലെ തന്നെ ആയിരിക്കാം ഈ വർഷത്തെയും ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ ചെയ്തിട്ടുണ്ടാവും, നമുക്കറിയില്ല. നിങ്ങൾ ശ്രദ്ധിക്കാം. അപ്പോൾ ഓരോ തിങ്കേഴ്സും എന്താണ് ഇമ്പോർട്ടൻ്റ് ആണ്. 1-2 പോയിൻറ്റ്സ് എങ്കിലും ഓർത്ത് വയ്ക്കാം ഓരോ തിങ്കേഴ്സെന്നും. അപ്പോൾ ഇതിന്ന് ഏകദേശം 14 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ യൂണിറ്റ് 1 എന്നാണ് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്ത പാർട്ട് നോക്കാം. സി പാർട്ടിൽ 4 ക്വസ്റ്റ്യനാണ് നമ്മൾ എഴുതേണ്ടത്. 6 ക്വസ്റ്റ്യൻ ഉണ്ട്, അതിൽ 4 ക്വസ്റ്റ്യനാണ് നമ്മൾ എഴുതേണ്ടത്. 4 മാർക്കാണ് ഓരോ ക്വസ്റ്റ്യനും. ഓക്കെ, ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ നോക്കാം. How can education serve as a powerful tool for promoting social change and addressing issues of inequality, discrimination and injustice in society? ഇതൊക്കെ കോമൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. എങ്ങനെയാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ആയുധമായിട്ട് മാറുന്നത്, സോഷ്യൽ ചേഞ്ചിന് കാരണമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ആയുധമായിട്ട് എങ്ങനെയാണ് എഡ്യൂക്കേഷൻ മാറുന്നത്, എങ്ങനെയാണ് ഇൻഇക്വാലിറ്റി, ഡിസ്ക്രിമിനേഷൻ, ഇൻജസ്റ്റിസ്, സൊസൈറ്റിയിലുള്ള ഇൻജസ്റ്റിസിനൊക്കെ ഈ ഒരു എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് അഡ്രസ്സ് ചെയ്യുന്നത്, അതാണ് 11ാമത്തെ ക്വസ്റ്റ്യൻ, 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. ഇതൊക്കെ കോമൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ അത്രത്തോളം പഠിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യനാണത്. ഇനി അനലൈസ് ദ ചാലഞ്ചസ് ഫേസ്ഡ് ബൈ പ്രസൻറ്റ് എഡ്യൂക്കേഷണൽ സിസ്റ്റം ഇൻ അഡാപ്റ്റിംഗ് ടു ദ ഡിമാൻഡ്സ് ഓഫ് മോഡേണൈസേഷൻ. മോഡേണൈസേഷൻ്റെ ഡിമാൻഡ്സ് അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രസൻറ്റ് എഡ്യൂക്കേഷൻ എന്തൊക്കെ ചലഞ്ചസ് ആണ് ഫേസ് ചെയ്യുന്നത്, അതിനെക്കുറിച്ചിട്ടാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ട് എന്താണ് സോഷ്യൽ മൊബിലിറ്റി. സോഷ്യൽ മൊബിലിറ്റി റിപ്പീറ്റിംഗ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് സോഷ്യൽ മൊബിലിറ്റി, എങ്ങനെയാണ് എഡ്യൂക്കേഷൻ ഇൻഡിവിജ്വലിൻ്റെ സോഷ്യൽ മൊബിലിറ്റീനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, അതാണ് അടുത്തൊരു ക്വസ്റ്റ്യൻ. അത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, അത്യാവശ്യം എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യൻ ആണത്. ഓക്കെ, ഇനി അടുത്തത് ഹൗ ഡസ് എഡ്യൂക്കേഷൻ കോൺട്രിബ്യൂട്ട് ടു എക്കണോമിക് ഡെവലപ്മെൻറ്റ് വിത്തിൻ എ നേഷൻ. ഒരു നേഷൻ്റെ എക്കണോമിക് ഡെവലപ്മെൻറ്റിന് എങ്ങനെയാണ് എഡ്യൂക്കേഷൻ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്നാണ് അടുത്തൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അതൊക്കെ നമ്മൾ ആ ഒരു പോർഷൻ കവർ ചെയ്തിട്ടില്ലെങ്കിൽ കൂടിയിട്ട് നമുക്ക് തട്ടിവിടാൻ പറ്റുന്ന പോർഷൻസ് ആണ് അതൊക്കെ. ഓക്കെ, എന്ന് കരുതിയിട്ട് തീരെ വായിക്കാതെ നിന്നാൽ നമുക്കൊന്നും കിട്ടില്ല കേട്ടോ. ഒരുപാട് പോയിൻറ്റ്സ് നമ്മൾ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്, അത് നോക്കാം. ഓക്കെ, നമുക്ക് ചിലത് റിപ്പീറ്റിംഗ് ആയിട്ട് ഇങ്ങനെ തോന്നും. കാരണം എക്കണോമിക് ഡെവലപ്മെൻറ്റിൽ എങ്ങനെയാണ് എഡ്യൂക്കേഷൻ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, നാഷണൽ ഡെവലപ്മെൻറ്റിൽ എങ്ങനെയാണ് എഡ്യൂക്കേഷൻ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, അങ്ങനെ ഒരുപാട് ടോപ്പിക്സ് ഈ ഒരു പോർഷനിൽ വരുന്നുണ്ട്. 40 മാർക്കാണ് ഈ ഒരു പേപ്പറിനെങ്കിൽ കൂടിയിട്ട് നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ആ ഒരു കുറേ കാര്യങ്ങൾ ഈ 40 മാർക്കിലേക്ക് ആകുമ്പോൾ നമ്മൾ ഏതൊക്കെ ടോപ്പിക്സ് ഒഴിവാക്കണ്ട എന്നുള്ള ആ ഒരു കൺഫ്യൂഷൻ വരും. പക്ഷേ ഇപ്പം ചോദിച്ചതായിരിക്കില്ല അടുത്തതിൽ ചോദിക്കുന്നുണ്ടാവും. അത് കുറേ സ്ഥലത്ത് കുറേ ടോപ്പിക്സ് ഉണ്ട്, പക്ഷേ 40 മാർക്കേ ഉള്ളൂ. അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. എക്സ്പ്ലെയിൻ ദ ഫിലോസഫിക്കൽ ആൻഡ് സോഷ്യോളജിക്കൽ ബേസിസ് ഓഫ് കരിക്കുലം ഡെവലപ്മെൻറ്റ്. കരിക്കുലം ഡെവലപ്മെൻറ്റ് ഫിലോസഫിക്കൽ ആൻഡ് സോഷ്യോളജിക്കൽ ബേസിസ് എന്താണ്? അതും നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, റിപ്പീറ്റഡ് ആയിട്ട് കാണുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഫിലോസഫിക്കൽ ആൻഡ് സോഷ്യോളജിക്കൽ ബേസിസ് ഓഫ് കരിക്കുലം ഡെവലപ്മെൻറ്റ്. പിന്നെ ഹൗ ഡസ് എഡ്യൂക്കേഷൻ കോൺട്രിബ്യൂട്ട് ടു പ്രൊമോഷൻ ഓഫ് ഡെമോക്രാറ്റിക് വാല്യൂസ് വിത്തിൻ എ സൊസൈറ്റി. എങ്ങനെയാണ് ഒരു സൊസൈറ്റിയിൽ ഡെമോക്രാറ്റിക് വാല്യൂസ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എഡ്യൂക്കേഷൻ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്? ഇതൊക്കെ ഒരേപോലത്തെ ക്വസ്റ്റ്യൻ ആണ് കണ്ടോ. എഡ്യൂക്കേഷൻ എങ്ങനെയാണ് എക്കണോമിക് ഡെവലപ്മെൻറ്റിന് കാരണമാണ്, എഡ്യൂക്കേഷൻ എങ്ങനെയാണ് ഡെമോക്രാറ്റിക് വാല്യൂസ്
ഇതാവാൻ കാരണമാവുന്നത്. അങ്ങനത്തെ ക്വസ്റ്റ്യൻസാണ് ഇതിൽ വന്നിട്ടുള്ള 4 മാർക്കിൻ്റെയിൽ. അപ്പോൾ അത്രയാണ് 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വരുന്നത്. ഇതിലേതെങ്കിലും 4 ക്വസ്റ്റ്യൻ എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ 4 4 16 മാർക്കാണ് ആ ഒരു പോർഷനിലുള്ളത്. ഇതിൽ എല്ലാ പാർട്ടൊന്നും വന്നിട്ടുണ്ട് അല്ലേ, അതായത് എഡ്യൂക്കേഷൻ ആൻഡ് സൊസൈറ്റി, പിന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് ഓഫ് എഡ്യൂക്കേഷൻ ആ യൂണിറ്റിൽ നിന്നൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ കരിക്കുലം ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന യൂണിറ്റിൽ നിന്നൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് പ്രധാനമായിട്ട് 4 യൂണിറ്റാണ് ഈ ഒരു പേപ്പറിലുള്ളത്, എഡ്യൂക്കേഷണൽ തോട്ട്സ് ഓൺ എഡ്യൂക്കേഷനിലുള്ളത്. എഡ്യൂക്കേഷണൽ തോട്ട്സ് ആൻഡ് പ്രാക്ടീസസിലുള്ളത് എന്താണ് 4 യൂണിറ്റ്സ് ആണ് അല്ലേ, പക്ഷേ അത്യാവശ്യം ഡീപ്പായിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ അത്രയാണ് 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഇനി അടുത്ത പോർഷൻ നോക്കാം. ഡി പാർട്ടിൽ ഒരു ക്വസ്റ്റ്യൻ, ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ എഴുതിയാൽ മതി, ഒന്നിന് 10 മാർക്കാണ് വരുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഡിസ്കസ് ദ പ്രൊവിഷൻസ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ദാറ്റ് പ്രൊട്ടക്ട് ദ പ്രിൻസിപ്പിൾസ് ഓഫ് ഇക്വാലിറ്റി, നോൺ ഡിസ്ക്രിമിനേഷൻ ആൻഡ് ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഇൻ ദ റിലീം ഓഫ് എഡ്യൂക്കേഷൻ. എന്തൊക്കെ പ്രൊവിഷൻസ് ആണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഈ പ്രിൻസിപ്പിൾസ് ഓഫ് ഇക്വാലിറ്റി, അതുപോലെ തന്നെ നോൺ ഡിസ്ക്രിമിനേഷൻ, ഈക്വൽ ഓപ്പർച്യൂണിറ്റി, ഇതിനൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ്, പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള പ്രൊവിഷൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ടുള്ള 18ാമത്തെ ക്വസ്റ്റ്യൻ വന്നിട്ട്, എക്സാമിൻ ഹൗ NPA 1986 അഡ്രസ്ഡ് ദ ഇഷ്യൂ ഓഫ് യൂണിവേഴ്സൽ ആക്സസ് ടു എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ. എങ്ങനെയാണ് 1986 NPA നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ എങ്ങനെയാണ് യൂണിവേഴ്സൽ ആക്സസ് ടു എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഇഷ്യൂവിനെ അഡ്രസ്സ് ചെയ്തിട്ടുള്ളത്, അത് എക്സാമിൻ ചെയ്യാനായിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ആ 2 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വരുന്നത്. ഓക്കെ, അതാണ് 2024 എഡ്യൂക്കേഷണൽ തോട്ട്സ് ആൻഡ് പ്രാക്ടീസ് എന്ന് പറയുന്ന പേപ്പറിൻ്റെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ഒരു ഡിഫിക്കൽറ്റി ലെവൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഈ 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യനൊക്കെ നമുക്ക് നല്ല നല്ല ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കാം, എന്നാലും നമുക്ക് ചിലപ്പോൾ എഴുതാൻ വളരെ കുറവ് മാത്രമേ ഉണ്ടാവുള്ളൂ ഈ ഒരു ഭാഗമൊക്കെ ആകുമ്പോൾ. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് NPA 1986 എന്തൊക്കെയായിരുന്നു അതിൻ്റെ ഔട്ട്കംസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് പിന്നെ ആ ഒരു ഇതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓക്കെ, അപ്പോൾ അത്രയാണ് നമ്മുടെ 4th സെം B.Ed ഡിഗ്രി എക്സാമിനേഷനിലുള്ള ക്വസ്റ്റ്യൻസ്. ഇത് ആക്ച്വലി ഞാൻ എഴുതിയൊരു പേപ്പറാണ്, എൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇത്. ഞാൻ എഴുതിയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഞാൻ 2024 എഴുതിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൽ എനിക്ക് എത്രയാണ് മാർക്ക് എന്ന് ഞാൻ പറയാം കേട്ടോ. ഞാൻ എന്തോ ഭാഗ്യത്തിന് ആ ഒരു ഫസ്റ്റ് യൂണിറ്റ് കംപ്ലീറ്റ് എല്ലാ തിങ്കേഴ്സിനെ കുറിച്ചിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു ഞാൻ പ്രതീക്ഷിച്ചത്ര മാർക്ക് കിട്ടിയിട്ടില്ല, കാരണം 33 മാർക്കേ ഉള്ളൂ, 40-ൽ 33. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ പ്രതീക്ഷിച്ചായിരുന്നു, പക്ഷേ അത്ര മാർക്കേ അതിലുള്ളൂ. ഒരു പക്ഷേ എന്തെങ്കിലും പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായിരിക്കാം, മേ ബി, എനിക്കറിയില്ല. ഞാൻ പിന്നെ അതിന് അങ്ങനെ റീവാലുവേഷൻ കൊടുക്കാനൊന്നും നിന്നിട്ടില്ല. അപ്പോൾ അങ്ങനെയാണ്. പിന്നെ ഈ ഭാഗമൊക്കെ ഞാൻ അത്യാവശ്യം നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. ഇതിലെല്ലാ എമിനൻറ്റ് തിങ്കേഴ്സിനെയും നോക്കിയതുകൊണ്ട് അത്യാവശ്യം നല്ലപോലെ എഴുതാൻ പറ്റിയിട്ടുണ്ട് ഈ ഒരു പാർട്ട്, A പാർട്ടും B പാർട്ടും. പിന്നെ ഇതിലുള്ള ചില ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ എത്രത്തോളം എഴുതുന്നു എന്നതിനനുസരിച്ചായിരിക്കുമല്ലോ മാർക്ക് വീഴുന്നുണ്ടാവുക. അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ടാവും. അപ്പോൾ ഈ 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം, അത്യാവശ്യം എന്താ പറയുക, നമുക്ക് അത്രത്തോളം എഴുതാൻ കിട്ടാത്തൊരു ഭാഗമൊക്കെയാണ് 10 മാർക്കിന് വന്നിട്ടുള്ളത്. അപ്പോൾ നോക്കാം. അപ്പോൾ അത്രയാണ് 2024 ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് യൂണിറ്റ് ഒഴിവാക്കാമെന്ന് ഒരിക്കലും വിചാരിക്കരുത്. ചിലപ്പോൾ നമുക്ക് നേരെ ഭയങ്കര പണിയായിരിക്കും ചിലപ്പോൾ ഉണ്ടാവുക.
കാരണം നമ്മൾ ഒന്നോ രണ്ടോ എമിനൻ്റ് തിങ്കേഴ്സിൻ്റെ മാത്രം നോക്കി പോകും, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നോ രണ്ടോ പേരുത് മാത്രം നോക്കി പോയി ഇങ്ങനെ എല്ലാവരും ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല. ഞാൻ എന്തോ ഭാഗ്യത്തിന് എല്ലാവരും നോക്കിയത് കൊണ്ട് എനിക്ക് വലിയ കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ അതാണ് നമ്മുടെ എഡ്യൂക്കേഷണൽ തോട്ട്സ് ആൻഡ് പ്രാക്ടീസ് എന്ന് പറയുന്ന ഭാഗത്തിൽ വരുന്ന 2024 ക്വസ്റ്റ്യൻസ്. അപ്പോൾ എമിനൻ്റ് തിങ്കേഴ്സിന് എല്ലാ എമിനൻ്റ് തിങ്കേഴ്സിൻ്റെയും പോയിൻറ്റ്സ് പഠിച്ച് വയ്ക്കുക, അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ എനിക്ക് തോന്നുന്നു സോഷ്യൽ ചേഞ്ച് എന്നുള്ള ആ ഭാഗത്തിലുള്ള ഇതുണ്ട്. അതുപോലെ തന്നെ നാഷണൽ ഡെവലപ്മെൻറ്റ്, എക്കണോമിക് ഡെവലപ്മെൻറ്റ്, അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രൊവിഷൻസ്, അങ്ങനത്തെ ഭാഗങ്ങളിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് പ്രധാനമായിട്ടും വരുന്നുണ്ട്. അപ്പോൾ തന്നെ ആ ഒരു യൂണിറ്റ് കംപ്ലീറ്റ് ആയി, അത് വേറെ. അപ്പോൾ അത്രയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.